ഇവർ വിവാഹിതരായ സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അജയ് സ്റ്റേഷനിൽ നിന്ന് വീട്ടിലേക്ക് എത്തുന്നുണ്ട്. ആ സമയത്ത് മുത്തശ്ശിയും എല്ലാവരും വീട്ടിന്റെ പുറത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. ഞാനൊരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇവിടുത്തെ ഒരാളെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട്. അതാരെയമ്മ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് നമ്മുടെ അജയ് തന്നെയാ. കുറെ ദിവസമായി എന്റെ മുന്നിലൊന്നും അവൻ വരുന്നില്ല, അല്ലെങ്കിൽ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാ. എന്തോ അവനൊരു മടി ഇപ്പോൾ എൻ്റെ അടുത്ത് വരാൻ വേണ്ടി. എന്തായാലും വന്നല്ലോ, എനിക്ക് സന്തോഷമായി. ഇനി ഇവിടെ വന്ന് ഇരിക്കുക, എനിക്ക് കല്യാണത്തിന്റെ കുറെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനുണ്ട്. എല്ലാം നിങ്ങൾ തീരുമാനിച്ചില്ലേ, ഇനി എനിക്കിതിൽ ഒന്നും പറയാനില്ല എന്നൊക്കെ പറയുന്നുണ്ട് അജയ്. ഇത് കേട്ടതും മുത്തശ്ശി പറയുക, നിങ്ങളെ കല്യാണോ നടക്കേണ്ടത്, അപ്പൊ നിന്റെ തീരുമാനോ ഏറ്റവും വലുത്. നിനക്ക് എന്തൊക്കെയാ ഒരു ഡിമാൻഡൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്കൊരു ഡിമാൻഡും ഇല്ല, എന്റെ ഇഷ്ടത്തിനാണ് ഞാൻ വിട്ടിരിക്കുന്നത്. അതുകൊണ്ട് എനിക്കിതിൽ ഒന്നും പറയാനില്ല, എല്ലാം തീരുമാനിച്ചാൽ മതി എന്ന് പറഞ്ഞ് മുകളിലേക്ക് റൂമിലോട്ട് പോകുന്നുണ്ട്. ആ സമയത്ത് ഉടനെ തന്നെ ഭവാനി പറയുക, കല്യാണ സമയത്തെങ്കിലും മണ്ഡപത്തിൽ നീ ഇരിക്കുവോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഈ ചോദ്യം കേട്ടിട്ട് സൂക്ഷിച്ചു നോക്കിയിട്ട് കയറി പോകുന്നുണ്ട്. അതിന്റെ ബേക്കിൽ നിന്ന് തന്നെ അജയുടെ അമ്മ പോകുന്നുണ്ട്. എന്തോ അവനൊരു വല്ലായ്ക തോന്നിയിട്ടുണ്ടാവും, അതുകൊണ്ടാ പോകുന്നത്. ആ സമയത്ത് മുത്തശ്ശി പറയുക, എല്ലാവരും ഓരോ വഴിക്കിതാ പോകുന്നുണ്ട്. ഞാനാണെങ്കിൽ സ്വർണം എടുക്കാൻ പോകുന്ന കാര്യം പറഞ്ഞിട്ടും ആർക്കും ഒരു കാര്യത്തിനും ഒരു തിടുക്കവും ഒന്നും ഇല്ലാത്തവരാ. എന്നാൽ എനിക്കിതിൽ തിടുക്കം കൂടുതലായതുകൊണ്ടായിരിക്കും എനിക്ക് ഇന്ന് തന്നെ പോകണമെന്ന് എൻ്റെ ആഗ്രഹം. ആ സമയത്ത് തന്നെ അഞ്ജനയും ഇറങ്ങി പോകുന്നുണ്ട്. അജയ് നോക്കിയിട്ട് ഞാനിപ്പോൾ വരാമെന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നത് ഒരു കല്യാണ ലെറ്ററും കൂടെ എടുത്തിട്ടാ പോകുന്നത്. പക്ഷേ ഫ്രണ്ടിനെ വിളിക്കുകയെന്ന എല്ലാരും വിചാരിച്ചത്. ആ സമയത്ത് തോന്നുന്നുണ്ട് ഭവാനിക്ക് ഇത് ഭൂമിയെ തന്നെ വിളിക്കാനാ, ഇവളെ ഈ പോക്ക് കണ്ടാൽ അറിയാം എന്നൊക്കെ വിചാരിച്ചിട്ട് ഭവാനി കൂടെ പോകാൻ വേണ്ടി തയ്യാറാകുന്നുണ്ട്. ഞാൻ പറയുന്നത് ആരും തന്നെ ഈ വീട്ടിൽ അനുസരണയില്ല. കണ്ടോ, അടുത്ത് അഞ്ജനയും ഇതാ ഇറങ്ങി പോകുന്നുണ്ട്. എവിടെ പോകുന്നത് പോലും ഒന്നും പറയാതെ അങ്ങനെ ഭവാനി പറയുക, കൂടെ പോകാമേ, കല്യാണമായ കുട്ടിയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. ഇന്ന് പോക്ക് നടക്കുമെന്ന് തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഭൂമിയെ കാണാൻ വീട്ടിലേക്ക് പോകുമ്പോൾ ഭൂമി ആ വീട്ടിലുണ്ടായിരുന്നു. അങ്ങനെ അവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ ഇതെന്താ വീടാണോ, നമ്മളെ വീട്ടിലെ പട്ടിക്ക് ഇടുന്ന കൂട് പോലും ഇതിനെക്കാട്ടും നല്ല ഭംഗിയുണ്ടല്ലോ. ഇത് എന്താ, ഇത് പശുത്തൊഴുത്തിനെക്കാളും കഷ്ടമാ. ഇങ്ങനത്തെ വീട്ടിലാണ് ഇവള് താമസിക്കുന്നത്. ഇതെന്താ ഒരു വൃത്തിയില്ലാത്ത നാറ്റുമൊക്കെ ഈ വീട്ടില് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ഭൂമി പറയുന്നുണ്ട്, അത് നിങ്ങൾ വലിയ കൊട്ടാരത്തിലിരിക്കുമ്പോൾ ഇരിക്കുന്നതല്ലേ, ഇത്തിരി സാധാരണക്കാരുടെ ജീവിതവും വീടും എല്ലാം ഇതുപോലെ തന്നെയാ. അത് പുറത്തോട്ടൊക്കെ ഇറങ്ങി എല്ലാവരുമായിട്ട് ഇടപഴകണം, എന്നാൽ മാത്രമേ എങ്ങനത്തെ സാഹചര്യത്തിലാണ് ഓരോരുത്തർ ജീവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ അഞ്ജനടുത്ത് പറയുന്നുണ്ട്. എന്റെ സാഹചര്യം മാത്രം എനിക്ക് നോക്കിയാൽ മതിയല്ലോ. അത് ശരിയാ, ഞാൻ മനസ്സിലാക്കി. പോകുന്ന വഴിക്ക് ഞാൻ ഒരു ദിവസം കണ്ടുകയും ചെയ്തു. നീ എന്ത് കണ്ടെന്നാ പറയുന്നത്? അല്ല, ബൈക്കിലിരുന്ന് ബീറും കുടിച്ച് പോകുന്നതാണോ സന്തോഷം എന്ന് പറയുന്നതും അതുപോലെ തന്നെ വൃത്തി എന്ന് പറയുന്നതും? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ആദ്യം സാമാന്യ ബോധത്തോടെ ജീവിക്കാൻ നോക്ക്, എന്നിട്ട് വേണം കല്യാണം എന്ന് പറഞ്ഞ് ഇറങ്ങാൻ വേണ്ടി എന്നൊക്കെ പറയുന്നുണ്ട്. അത് മാത്രമല്ല, ഒരാളെ ചതിക്കുന്നത് ഏറ്റവും വലിയ തെറ്റാ. നീ അജയ് സാറിനെ ചതിക്കുമെന്ന് എനിക്ക് മനസ്സിലായി. നിനക്കെങ്ങനെ മനസ്സിലായി? എൻ്റെ അജയ് എനിക്കുള്ളതാ, എൻ്റെ മുറച്ചെറുക്കനാ. അതൊക്കെ ശരി തന്നെയാ, പക്ഷേ നിന്റെ ഒരു കാമുകൻ നിന്റെ കൂടെ കറങ്ങുന്നത് ഞാൻ കണ്ടായിരുന്നു. അതുകൂടെ ഞാൻ പറയട്ടെ, കല്യാണത്തിന്റെ അന്ന് തന്നെ. അതിന്റെ ആവശ്യമൊന്നുമില്ല. എനിക്ക് പല ഫ്രണ്ട്സ് ഉണ്ടെങ്കിലും അതിലാരെങ്കിലും ഒരാളായിരിക്കും എന്ന് പറഞ്ഞ് നിന്നെ പോലെയല്ല. അത് ശരി തന്നെയാ, എന്നെ പോലെയല്ല. എനിക്ക് ആരുമില്ല ഫ്രണ്ട് എന്ന് പറയാനും അതുപോലെ തന്നെ കാമുകൻ എന്ന് പറയാനും. പക്ഷേ നിന്റെ ആ പോക്കൊന്നും ശരിയല്ലെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് എന്നെ കൊണ്ടും കൂടുതലൊന്നും പറയിപ്പിക്കരുത് എന്നൊക്കെ ഭൂമി പറയുന്നുണ്ട്. അങ്ങനെ അവിടെ നിന്ന് കല്യാണം വിളിച്ചിട്ട് പോകുമ്പം പറയുന്നുണ്ട് ഒരു വാക്ക്, നീ എൻ്റെ അടുത്ത് വിളിച്ചതാ അജയ് നിന്റെതാ, നീ അജയ് കല്യാണം കഴിക്കുമെന്ന്. ഇപ്പം എങ്ങനെയായി ഭൂമി എന്നൊക്കെ പറയുക. ഇത് കേട്ടിട്ട് ഉടനെ തന്നെ പറയുന്നുണ്ട് ഭൂമി, ഞാൻ ഒരു കാര്യം തീരുമാനിച്ചാൽ അത് നടത്തിയിരിക്കും. പക്ഷെ നിങ്ങളെ ആ ഒരു കാര്യം എന്ന് വെച്ചാൽ എന്നെ കല്യാണം വിളിക്കുക, അത് വിളിച്ചു. പക്ഷെ എൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് അത് വേറെയാ, അത് ഞാൻ പറയത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും വഴി ചെലവിനും എൻ്റെ കല്യാണത്തിന് വല്ല ഗിഫ്റ്റ് വാങ്ങാനും നീ തന്നെ വെച്ചിരുന്നോ ഈ പൈസ എന്ന് പറഞ്ഞ് കുറച്ച് പൈസ കൂടെ ഏൽപ്പിക്കുന്നുണ്ട്. ഇത് കേട്ടിട്ട് ഭൂമി പറയുക, അത്രയ്ക്കും പിച്ചക്കാരിയല്ല ഞാൻ, എനിക്ക് സാമാന്യമായിട്ടുള്ള ഒരു ജോലിയുണ്ട്.
അതിൽ നിന്ന് തുച്ഛമായിട്ടുള്ള വരുമാനം എനിക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളെ ഈ പൈസയൊന്നും എനിക്ക് ആവശ്യമില്ല, അർഹതയില്ലാത്തതൊന്നും ഞാൻ വാങ്ങാറുമില്ല, എനിക്ക് ആവശ്യവുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ചെറിഞ്ഞു കൊടുക്കുന്നുണ്ട്. അത്രയ്ക്ക് നിനക്ക് ധിക്കാരമാണല്ലേടി എന്നൊക്കെ ചോദിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ആ സമയത്ത് അവിടെ അച്യുതന്റെ കാറ് കിടക്കുന്നുണ്ട്. ഇതെന്താ കാഴ്ച ബംഗ്ലാവില് വസ്തുവിനെ പോലെ വെച്ചിരിക്കുന്ന ഒരു കാറ്, ഒരു പ്രയോജനമില്ലാതെ, അതും നല്ല മോഡൽ കാറ്. പുതിയതെങ്കിൽ പിന്നെയും പറയാം, ഈ ഒരു പാട്ട വണ്ടിയും കൊണ്ട് നിർത്തിയിട്ടിരിക്കുക. വീട്ടിനെ എല്ലാരും കാഴ്ച ബംഗ്ലാവായിട്ട് വെച്ചിരിക്കുക. എന്തായാലും സമ്മതിക്കണം അച്യുതനെയും നിന്നെയും അതുപോലെ നിന്റെ അമ്മയും. എന്റെ അമ്മയെ അച്ഛനെ വിളിക്കേണ്ട ഒരു കാര്യമില്ല. ഈ വണ്ടീനെ ഞാൻ ഇന്ന് എറിഞ്ഞു പൊട്ടിക്കും, നിന്നോടുള്ള ദേഷ്യവും ഞാൻ തീർക്കുന്നത് എന്ന് പറഞ്ഞ് കല്ലെടുത്ത് എറിയാൻ തുടങ്ങുമ്പോഴത്തേക്കും അവിടെ കിടന്ന ഒരു കമ്പെടുത്ത് എറിയാൻ വേണ്ടി ഓങ്ങുമോ. ആ സമയത്ത് പെട്ടെന്ന് തന്നെ വരുന്നുണ്ട് ഭവാനി അടുത്തേക്ക്. ഭവാനി അടുത്തേക്ക് വന്ന ഉടനെ തന്നെ രണ്ടുപേരും കൂടെ ഒന്നിച്ചുള്ള ഒരു കൊത്തുകളിയാണല്ലേ, എന്നെ എങ്ങനെയെങ്കിലും ചെറുതാക്കുക, അത് നിങ്ങൾക്ക് നല്ലതുപോലെ നടന്നു. പക്ഷെ എന്നെ വേദനിപ്പിച്ചതിന് ഞാൻ നിങ്ങൾക്കൊരു തിരിച്ചൊരു വേദന തരും, അത് ഒരിക്കലും നിനക്ക് മറക്കാൻ പറ്റാതായിരിക്കും അഞ്ജന എന്നൊക്കെ ഭൂമി പറയുന്നുണ്ട്. ഇത് കേട്ട ഉടനെ തന്നെ പറയുക, എനിക്ക് എന്ത് വേദനയാ എനിക്ക് വരാൻ പോകുന്നത്, എനിക്ക് അജയ് എന്റെ സ്വന്തമാകാൻ പോവുക. നീയാണെങ്കിലോ ചുമ്മാ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലാതെ വേറെ എന്താ അറിയാം, നീ ഒരു ചായക്കടക്കാരി, ഞാൻ അതുപോലെയാണോ? ഞാനാണെങ്കിൽ സൗഭാഗ്യപുരം കുടുംബത്തിലെ കുട്ടിയാ, ആ ഒരു സൗഭാഗ്യത്തിൽ തന്നെയാ ഞങ്ങൾ വളർന്നത്, അല്ലാതെ നിന്നെ പോലെ പിച്ചക്കാരിയായിട്ടല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അവിടേക്ക് എനിക്ക് വരാൻ നിമിഷ നേരം മതി കേട്ടോ എന്നൊക്കെ ഭൂമി പറയുന്നുണ്ട്. അതൊക്കെ നിന്റെ ഒരു സ്വപ്നമോ, നീ ഇന്നലെ ഒരു സ്വപ്നവും കണ്ടായിരുന്നോ എന്നൊക്കെ ഭൂമിയുടെ അടുത്ത് അഞ്ജന ചോദിക്കുന്നുണ്ട്. എന്തായാലും എനിക്കിനി നിയന്ത്രണം വിട്ടുപോയി, ഞാൻ എന്താ ചെയ്യുകയെന്ന് എനിക്ക് പറയാൻ പറ്റില്ല, ഇവിടുന്ന് പോകുന്നതാ അമ്മയ്ക്കും മോക്കും നല്ലത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങുന്നുണ്ട്. എന്നാൽ നിന്റെ അമ്മയില്ലേ, അവൻ്റെ അമ്മ, അവളെ ജയിലിൽ കിടക്കുകയില്ലേ, അവളിങ്ങോട്ട് വരട്ടെ, ഒരു കൊന്നിട്ട് പോയി ജയിലിൽ കിടക്കുവോ, നാശം കേട്ട കുടുംബം. നീ ആരെയാ നാശം എന്ന് പറയുന്നത്? അതുപോലെ എൻ്റെ അമ്മയെ പറയേണ്ട എന്ത് യോഗ്യത നിനക്കിരിക്കുന്നത്? നിന്റെ അമ്മയെ പോലെ അല്ല ഞങ്ങൾ അധ്വാനിക്കുന്നവരാ, അല്ലാതെ നിന്റെ അമ്മയെ പോലെ കണ്ടവരെ പൈസയും വാങ്ങിച്ച് തിന്ന് നടക്കുന്നതല്ല കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ആര് പൈസയാടി വാങ്ങിച്ച് തിന്നുന്നേ, അത് എനിക്കൊന്നും അറിയില്ല എന്ന് വിചാരിക്കുന്നു വേണ്ട, എങ്ങനെയും 10 പൈസ ഉണ്ടാക്കുക, അത് മാത്രമേ ഉള്ളൂ നിങ്ങളെ ചിന്ത. ഇപ്പൊ തന്നെ അജയ് സാറ് കല്യാണം കഴിക്കും, ഈ സ്വത്തുക്കളെല്ലാം കൈക്കലാക്കാൻ വേണ്ടിയുള്ള ഒരു വിദ്യയാണെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. ഞാൻ നിങ്ങളെ കണ്ടത് കുറച്ചു നാളായെങ്കിലും നിങ്ങളെ മനസ്സിലിരിപ്പ് എനിക്ക് നല്ലോണം അറിയാതുകൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് ഭൂമി. അങ്ങനെ പോകുന്ന വഴിക്ക് ഉടനെ തന്നെ അജയ് വിളിക്കുന്നുണ്ട്. ഞാൻ ആ ഭൂമിയെ കല്യാണം വിളിച്ചിട്ടുണ്ടായിരുന്നു, അജയ് വിളിച്ചോ? ഞാൻ അല്ലെങ്കിലും വിളിച്ചില്ലെങ്കിലും അവൾ ഇങ്ങോട്ടേക്ക് തന്നെ വരും എന്നൊക്കെ അജയ് പറയുന്നുണ്ട്. എന്താ നീ പറഞ്ഞതിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായില്ല, എന്നാൽ മനസ്സിലായിക്കോളും, നീ ഫോൺ വെക്ക് എന്നൊക്കെ അജയ് പറയുന്നുണ്ട്. ആ സമയത്ത് ഉടനെ തന്നെ അജയ് ഫോൺ വിളിക്കുന്നത് ഒരു സന്തോഷ വാർത്തയായിട്ടാണ്. എനിക്ക് കല്യാണത്തിന് സമ്മതമാ, പക്ഷെ എല്ലാവരും മുന്നിൽ വെച്ചായിരിക്കണം. ആ ഭവാനിയും അഞ്ജനയില്ലേ, അവളെയും കൂടി നല്ലതുപോലെ തന്നെ ഒതുക്കാൻ വേണ്ടി ഞാൻ എടുത്ത തീരുമാനമായത്. ഇത്രയും നാളെ ഞാൻ വിചാരിച്ചിരുന്നു വേണ്ടെന്ന് വിചാരിക്കും തോറും, പക്ഷെ എൻ്റെ തലയിൽ കയറാൻ വരുക രണ്ടുപേരും, ഞങ്ങളെ കുടുംബത്തെ ആക്ഷേപിക്കുക, അതിനൊന്നും ഞാൻ വകവെച്ച് കൊടുക്കില്ല. അതുകൊണ്ട് എനിക്ക് ജയിക്കണം, അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ്റെ ആത്മാവ് പോലും പൊറുക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും എനിക്ക് സന്തോഷമായി, ഇനി എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ആ കല്യാണം നടത്തണം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ കല്യാണം നടത്താൻ വേണ്ടിയുള്ള തീരുമാനങ്ങൾ എല്ലാം എടുക്കുന്നുണ്ട് അജയ്. ഇത് കൂട്ടുകാരനെയൊക്കെ വിളിച്ച് പറഞ്ഞ് അജയും അതുപോലെ തന്നെ ഭൂമിയായിട്ട് സംസാരിക്കും എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരിക്കൽ ഒരു സ്ത്രീക്ക് സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിലപ്പെട്ട ഒരു നിമിഷമായിട്ടാണ് കരുതുന്നത്. പക്ഷെ എൻ്റെ ഒരു അഭിനയത്തിലേക്ക് പോകുന്ന ഒരു യാത്ര പോലെയാ എനിക്കിതിനെ തോന്നുന്നു. അങ്ങനെ സൗഭാഗ്യപുരം വീട്ടിലേക്ക് പോകുകയാണ്. എല്ലാ സത്യങ്ങളും പറയാൻ വേണ്ടി തന്നെയാ പോകുന്നത്. അഞ്ജനയുടെയും ഭവാനിയുടെയും ആ വരവിന് ശേഷം ഇനിയും അത് ഒളിപ്പിച്ചു വെച്ചാൽ അത് എനിക്ക് തന്നെ ആപത്ത് മാത്രമല്ല, അജയ് സാറിനും അതൊരു വലിയൊരു ബുദ്ധിമുട്ടും അതുപോലെ ജീവിതമാ പോകുന്നത് ആ അഞ്ജനയെ വിചാരിച്ച്. അതുകൊണ്ട് എൻ്റെ ഈ കാര്യത്തിനും ഒരു തീരുമാനമാകുമല്ലോ എന്നൊക്കെ വിജയിച്ച് അവിടേക്ക് പോകുമ്പോൾ മുത്തശ്ശി പറയുക, ഇതാരാ വന്നിരിക്കുന്നേ? കുറെ നാളായി ഞാൻ കാണുമെന്ന് ആഗ്രഹിച്ച ആളുതാ എൻ്റെ മുന്നിൽ എത്തിയിരിക്കുന്നുണ്ട്. ഇപ്പോഴെന്ത് തോന്നി ഇങ്ങോട്ടൊക്കെ വരാൻ വേണ്ടി? ഞാൻ അജയ് എടുത്ത് നിന്റെ കാര്യങ്ങൾ എല്ലാം തിരക്കാറുണ്ട്. മോള് സുഖമായിരിക്കുന്നുണ്ടോ? അമ്മയുടെ കാര്യം എല്ലാം അന്വേഷിക്കുന്നുണ്ട്.
എന്നെ ഇത്രത്തോളം സ്നേഹിക്കുന്ന ആളുകളാ ഈ വീട്ടിലുള്ളത്. ഞാൻ ഈ നാട്ടിൽ ആദ്യമായി എത്തിയ നിമിഷം മുതൽ തന്നെ എന്തോ എന്നെ ഇവിടെ പിടിച്ചു നിർത്തിയിരുന്നു. അത് പക്ഷെ എൻ്റെ ഈ കുടുംബമാണെന്ന് എനിക്കറിയില്ല എന്നൊക്കെ വിചാരിച്ച് പറയുന്നുണ്ട്. ഇത് കേട്ടതും ഉടനെ തന്നെ ചോദിക്കുക, മുത്തശ്ശി എന്താ അങ്ങനെ പറഞ്ഞത്? അല്ല, ഞാൻ ഈ വീട്ടിലെ കുട്ടിയാ. മനസ്സിലായില്ല? സത്യദാസ് സാറിന്റെ മകളാ ഞാൻ. അത് ഇത്രയും കാലം മറച്ചു വെച്ചത് എൻ്റെ അച്ഛനായിരുന്നു. എല്ലാ രഹസ്യങ്ങളും അടങ്ങിയ കുറെ കാര്യങ്ങൾ അച്ഛൻ ബാക്കി വെച്ചിട്ടാ ഇവിടുന്ന് പോയത്. എന്നാൽ എനിക്ക് പോലും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ അറിഞ്ഞിട്ട് പോലും ഞാൻ പറയാതിരുന്നത് കുറെ കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഇനിയും അത് പറയാതിരുന്നാൽ പലരുടെയും ജീവന് ആപത്തായി മാറും. അതുകൊണ്ട് തന്നെയാണ് തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ ഈ ഡയറി ആദ്യം തുറന്നു നോക്കേണ്ടത് എൻ്റെ അച്ഛൻ തന്നെയാ. ആ സമയത്ത് ഉടനെ തന്നെ തുറന്നു നോക്കുമ്പോഴത്തേക്കും കുഞ്ഞിലെയുള്ള ഫോട്ടോകളാ എല്ലാം. അത് ആരാന്ന് മനസ്സിലായോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ സന്തോഷത്തോടെ കെട്ടിപ്പിടിക്കുന്നുണ്ട് ഭൂമിയെ. എൻ്റെ മകളായിരുന്നോ എൻ്റെ അടുത്ത് നിന്നിരുന്നത്? ഞാൻ അറിഞ്ഞത് പോലുമില്ല. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, 5-6 ദിവസം വീട്ടിൽ വന്ന് നിന്ന സമയത്ത് എനിക്ക് എന്തോ എൻ്റെ അപ്പുവിനെ പോലെ തോന്നുവാന്ന്. പക്ഷെ അത് ഈ യഥാർത്ഥ അപ്പുവാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്നൊക്കെ സത്യദാസ് പറയുന്നുണ്ട്. ഇത് കേട്ടതും എല്ലാവരും ഞെട്ടിത്തെറിച്ച് നിൽക്കുന്നുണ്ട്. ഇതിന്റെ സന്തോഷമൊക്കെ കണ്ട് ഭവാനിയാണെങ്കിൽ ദേഷ്യത്തിന് എല്ലാവരെയും നോക്കുക. ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് രഹസ്യം പറയുമെന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾ ഉറപ്പിച്ചു. ഇതിനാ ആരെങ്കിലും എന്തൊക്കെ വന്ന് പറയുന്നെന്ന് പറഞ്ഞ് ഉടനെ തന്നെ വിശ്വസിക്കുന്നത്? ഒരാളെ കാണാനില്ല എന്ന് പറഞ്ഞ് ആരെന്ത് വന്നാലും വിശ്വസിക്കുമല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഭവാനി. ഇത് കേട്ടതും മുത്തശ്ശി പറയുക, ആരെങ്കിലും എന്തെങ്കിലും അല്ല പറഞ്ഞ നീ കേട്ടോണ്ട് വന്നില്ലേ? ഈ തെളിവുകളൊക്കെ മാത്രം മതി. അവള് ഞങ്ങളെ കുടുംബത്തിലെ ഞങ്ങളെ കുട്ടിയാന്ന് അറിയാൻ വേണ്ടി ആരൊക്കെ ഇനി എന്ത് പറഞ്ഞിരുന്നാലും ഇതെന്റെ മോള് തന്നെയാ എന്നൊക്കെ പറഞ്ഞ് സത്യദാസ് ഭയങ്കര സ്നേഹം കാണിക്കുന്നുണ്ട്. ഇത് കേട്ടതും ഉടനെ തന്നെ അഞ്ജന വരുന്നുണ്ട്. ഇവിടെ എന്താ പറയുന്നത്? ഇവക്കെന്തിനാ ഇവിടെ കാര്യം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് സത്യദാസ് ദേഷ്യപ്പെടുന്നുണ്ട് അഞ്ജനടുത്ത്. നീ എന്തിനാ ഇവളെ കാണുമ്പോൾ ദേഷ്യപ്പെടുന്നു? ഇത് കണ്ടതും ഉടനെ തന്നെ അഞ്ജന വരുന്നുണ്ട്. ഇവളെന്തിനാ ഈ വീട്ടിൽ കയറ്റിയത്? ഇവളെ വീട്ടിൽ ഞാൻ കല്യാണം വിളിക്കാൻ പോയായിരുന്നു. പക്ഷെ ആ വീടെന്ന് പറയാൻ പറ്റില്ല, അത്രയ്ക്കൊരു കുടില ഇവളെ വീട്. ഇതൊക്കെ കേട്ട ഉടനെ ഭവാനി പറയുന്നുണ്ട്, നീ എന്തിനാ അവളെ ആക്ഷേപിക്കുന്നത്? അവൾക്ക് ആ കുടില് താമസിച്ചെങ്കിലും ആ ഒരു സംസ്കാരം അവർക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ നീ എന്താ ഈ വലിയ കൊട്ടാരത്തിൽ വളർന്നെന്ന് പറഞ്ഞിട്ട് നിന്റെ സ്വഭാവത്തില് വലിയ മാറ്റങ്ങളാണ് ഞങ്ങൾ കാണുന്നത്. അതുകൊണ്ട് ആരെയും താഴ്ത്തി പറയരുത് മോളെ എന്നൊക്കെ അഞ്ജനടുത്ത് പറയുന്നുണ്ട്. അല്ലെങ്കിലും മുത്തശ്ശിക്ക് ഇവളെ കാര്യം പറയുമ്പോഴത്തേക്കും ഭയങ്കര നാവാണല്ലോ, വലിയ പൊക്കിയല്ലേ പറയുള്ളൂ. എനിക്കതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. ഇനി അതൊക്കെ ഇഷ്ടപ്പെടണം മോളെ. ഇവള് ആരാന്ന് നിനക്ക് മനസ്സിലായോ? നമ്മളെ സത്യദാസിന്റെ മകളാ. എന്ന് വെച്ചാൽ ഈ വീട്ടിലെ എൻ്റെ കൊച്ചുമകള് കാണാതായ എത്ര പെട്ടെന്നാ ഈ കണ്ടുപിടിച്ചതെന്ന് മനസ്സിലായോ? ഈ നാട്ടില് താമസം മാറി വന്നതും അച്യുതന്റെ മകളായിട്ട് വളർന്നതും എല്ലാം. പക്ഷേ ഒരു നിമിത്തം പോലെ നമ്മൾ കാണാനിടയായി ഈ വീട്ടിൽ തന്നെ അവൾ എത്തുകയും ചെയ്തു. അതൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഇത് കേട്ട ഉടനെ തന്നെ ഞെട്ടി നിൽക്കുന്നുണ്ട് അഞ്ജന. ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു എന്നൊക്കെ ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഉടനെ തന്നെ ഭവാനിയെ നോക്കുന്നുണ്ട്. ഭവാനിയും ഭയങ്കര ദേഷ്യത്തിൽ നോക്കുന്നത് കണ്ടിട്ട് അഞ്ജന പറയുന്നുണ്ട്, അത് കാണാതില്ലെന്ന് അറിഞ്ഞത് കൊണ്ട് തന്നെ ഇവള് കള്ളം വന്ന് പറയുക. അതുകൊണ്ട് ആരും വിശ്വസിക്കരുത്. ഇതൊക്കെ കള്ളം പറയുന്നതാണോ? എൻ്റെ അടി വാങ്ങരുത്, ഒന്ന് പൊയ്ക്കോണം എൻ്റെ മുന്നിൽ നിന്ന് എന്ന് മുത്തശ്ശി ദേഷ്യപ്പെടുന്നുണ്ട്. ഒരാളെ തിരിച്ചു കിട്ടിയതിൻ്റെ സന്തോഷത്തിൻ്റെ ഇടയില അവളുടെ ഒരു ദേഷ്യവും പെട്ടുള്ള ഒരു സംസാരം അവളുടെ അടുത്ത്. എനിക്കതൊന്നും ഇഷ്ടപ്പെടുന്നില്ല അഞ്ജനെ എന്നൊക്കെ പറയുന്നുണ്ട്. കണ്ടോ, ഒരാൾ വന്നപ്പോഴത്തേക്കും എൻ്റെ അടുത്ത് ഇപ്പം ദേഷ്യം കാണിക്കുന്നത്? മുത്തശ്ശിക്ക് അപ്പോൾ എൻ്റെ അടുത്ത് അഭിനയമായിരുന്നു അല്ലേ? എൻ്റെ അടുത്ത് കള്ളസ്നേഹം കാണിക്കുമെന്ന് എനിക്കിപ്പോഴാ മനസ്സിലായത് എന്നൊക്കെ പറയും. ആ സമയത്ത് അഞ്ജന പറയുക, എൻ്റെ ഫ്രണ്ട്സ് കുറെ പേര് കല്യാണത്തിനായിട്ട് വന്നിട്ടുണ്ട്, അവരെ എനിക്ക് വിളിക്കാൻ വേണ്ടി പോണം. അതിന് കല്യാണം എങ്ങനെ നടക്കാനാ അഞ്ജന? എൻ്റെ കല്യാണമാണ് നടക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും ഞെട്ടുന്നുണ്ട്. മുത്തശ്ശി തന്നെ ഞെട്ടിയിട്ട് നോക്കിയിട്ട് പറയുക, എന്താ മോളെ പറഞ്ഞത്? എനിക്കും അജയുടെ കല്യാണമാണ് നടക്കേണ്ടത്.
ഇത് കേട്ടത് മുത്തശ്ശിയും അതുപോലെ തന്നെ എല്ലാവരും ഞെട്ടി നിൽക്കുന്നുണ്ട്. ഭൂമിയുടെ ഈ വാക്കുകൾ കേട്ടിട്ട് അജയ് ആരുടെ കല്യാണം കഴിക്കും എന്നുള്ള ഒരു സംശയത്തിലാണ് ഇപ്പോൾ ഞാനുമുള്ളത് എന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ട്. അതിന് മുത്തശ്ശി ഒന്നുകൊണ്ട് സംശയിക്കണ്ട, എനിക്കിഷ്ടം ഭൂമിയാ. ഇപ്പോൾ നമ്മുടെ കുടുംബത്തിലെ കുട്ടിയാന്നോട് അറിഞ്ഞ സ്ഥിതിക്ക് എന്താ സംശയം? എല്ലാവർക്കും സന്തോഷമുള്ള കാര്യമല്ലേ ഞാനും പറയാൻ പോകുന്നത്. എനിക്ക് മുത്തശ്ശിയുടെ കൊച്ചുമക്കളിൽ ഏറ്റവും ഇഷ്ടം ഈ ഭൂമിയെ തന്നെയാ. എനിക്ക് ഭൂമിയെ കല്യാണം കഴിച്ച് തരണം. ഇത് കേട്ടതും ഒരു ഞെട്ടലോടെ മുത്തശ്ശി വിചാരിക്കുന്നുണ്ട്, ഞാനിതിന് എന്ത് ചെയ്യും? രണ്ടുപേർക്കും സ്വപ്നം കണ്ടുകൊണ്ട് നടക്കുക. ഇതിൽ ഏതെങ്കിലും ഒരാൾക്കേ കല്യാണം നടക്കുകയുള്ളൂ. ഇതിലെനിക്ക് ഒന്നും പറയാൻ പറ്റില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് ഭൂമി പറയുക, എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. അജയ് സാറിനെ ചതിക്കുക ചെയ്യുന്ന ഇവള് അഞ്ജന, ഇതെനിക്ക് അറിയാം. അതുകൊണ്ട് മാത്രമാ ഈ സത്യങ്ങളൊക്കെ ഞാൻ ഇപ്പോഴിവിടെ പറയാൻ കാരണവും ഞാൻ ഇന്നിവിടെ വരാൻ്റെ കാരണവും എന്നെ കൊണ്ട് ഇതൊക്കെ അഞ്ജനയും ഭവാനിയും കൂടെ പറയിപ്പിച്ചതാ. ഇതൊക്കെ കേട്ട ഉടനെ തന്നെ സത്യദാസ് പറയുക, എന്താ മോളെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഈ സ്വന്തമാക്കാനല്ല, ഇതിൽ കൂടെ എന്തോ ഒരു ഉദ്ദേശം കൂടെ ഇവരൊക്കെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാ ഈ കല്യാണത്തിന് മുൻകൂട്ടി നിൽക്കുന്നത്. പിന്നെ എന്നോടുള്ള വാശിയും ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അജയ് എനിക്ക് സ്വന്തമാ, ഞാൻ കല്യാണം കഴിക്കുമെന്ന്. പക്ഷേ ഞാൻ അന്നൊക്കെ തമാശയിൽ കൂടെ പറഞ്ഞിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ കാര്യമായിട്ടാ പറയുന്നത്. എനിക്ക് അച്ഛനൊരു കാര്യം സാധിച്ചു തരണം. എൻ്റെയും അജയുടെയും കല്യാണം നടത്തി തരേണ്ടത്. ഇത് കേട്ടതും എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിൽ സത്യദാസ് നിൽക്കുന്നുണ്ട്. അങ്ങനെ കല്യാണ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. ഇതിന്റെ 2 കൊച്ചുമക്കൾ ആരെയാ അജയ് കല്യാണം കഴിക്കുക എന്നുള്ളൊരു സംശയത്തിൽ നിൽക്കുന്ന സമയത്താണ് എന്തോ ഒരു ഉദ്ദേശം കൊണ്ട് തന്നെയാ അജയ് സ്വന്തമാക്കണമെന്ന് പറഞ്ഞ് നിങ്ങളെല്ലാം കബളിപ്പിക്കുന്നത്. എനിക്കറിയാം അവക്ക് ഒരാളെ ഇഷ്ടമാണ്. ആ ഇഷ്ടത്തിനൊത്ത് അവള് ജീവിക്കുകയുള്ളൂ. അവള് അത്രയ്ക്ക് എനിക്ക് അവളെ സ്വഭാവം ഇഷ്ടപ്പെടില്ലായിരുന്നു. പക്ഷെ ഞാൻ നേരിട്ട് കുറെ കാര്യങ്ങൾ കണ്ടു. അതിൽ വെച്ചാ എനിക്ക് മനസ്സിലായത് അജയ് സാറിനെ ഇവൾ യഥാർത്ഥമായിട്ട് സ്നേഹിക്കുന്നതല്ല, പക്ഷെ അതൊക്കെ ഒരു അഭിനയമായിരുന്നുവെന്ന്. അതുകൊണ്ട് ഈ കല്യാണം നടക്കാതിരിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. അത് കേട്ട ഉടനെ തന്നെ ഭവാനി പറയുക, നീ എന്റെ മോളെ കുറിച്ച് കള്ളക്കഥകളൊക്കെ ഉണ്ടാക്കി പറയുന്നേ, നിനക്കിതിൽ എന്ത് നേട്ടമാ ഉള്ളത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്ക് നേട്ടമൊന്നുമില്ല. നിങ്ങളെ മകള് മദ്യപിച്ച് ഒരാളുടെ ബൈക്കിൽ കയറി പോയത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാ. ഇതൊക്കെ ഞാൻ കള്ളമെന്നാണ് പറയുന്നതെങ്കിൽ അഞ്ജനെ വിളിച്ച് ചോദിച്ചാൽ മാത്രം മതി എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടതും ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട്. ഉടനെ തന്നെ അഞ്ജന വരികയും അഞ്ജനയുടെ ചോദിക്കുകയും ചെയ്യുന്നുണ്ട്, അതെന്റെ ഫ്രണ്ട്സ് ആയിരുന്നു. എന്തായാലും മദ്യപിച്ച് അവന്റെ കൂടെ ഇങ്ങനെ നടക്കാൻ വേണ്ടി ഇങ്ങനത്തെ സ്വഭാവം ആയി ല്ലോ നിന്റെ, എനിക്ക് ഒരു തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല അഞ്ജന എന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ട്. ഇത് കേട്ടതും എല്ലാവരും സ്തംഭിച്ചതുപോലെ നിൽക്കുന്നുണ്ട്. കല്യാണത്തിന്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായ സ്ഥിതിക്ക് ഒരു സംശയത്തിൽ നിൽക്കുക, ആരായിരിക്കും അജയ് കല്യാണം കഴിക്കുക എന്നുള്ളൊരു ചോദ്യചിഹ്നം മാത്രമായിട്ട് ആ കുടുംബം